എ പ്ലേയേഴ്സിനെയും ബിയെയും സിയും ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത്. അല്ലാതെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്നാണ് ഇന്ന് ഈ പറയുന്നത്. നമ്മൾ ലീഡറാണ്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കേണ്ട സമയമാണ്. ഇറ്റ്സ് പോസിബിൾ. ഒരാൾക്കും ഇനി കൊടുക്കാൻ പാടില്ല. അവൻ പല വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവരോട് പറയുന്ന ഇത്രയേ ഉള്ളൂ, അവന്റെ കൺസെന്റ് മാത്രം കിട്ടിയാൽ മതി. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ദുഷ്ടത്തരമല്ലേ എന്ന്. വാർ ടൈമിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ക്യാഷ് ഇൻ കൂട്ടുക, 2 ക്യാഷ് ഔട്ട് കുറയ്ക്കുക. അതായത് വരുമാനം കൂട്ടുക, ചെലവ് കുറയ്ക്കുക. ചെലവ് കുറയ്ക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ചെലവ് കുറയ്ക്കാൻ 3 മാർഗങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്നാമത്തത് നമ്മുടെ മേജർ ചെലവെന്ന് പറയുന്നത് 1 സാലറിയാണ്, 2 റെന്റാണ്, 3 നമ്മളുടെ വെൻഡേഴ്സ് ആണ്, സപ്ലൈസ്. 3 ഫിക്സഡ് എക്സ്പെൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. 1 സാലറി, 2 റെന്റ്, 3 നമ്മുടെ വെൻഡേഴ്സ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ. അപ്പോ ഈ 3ലും നമുക്ക് ചെലവ് കുറയ്ക്കണം. അതിൽ ഒന്നാമത്തത് ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ദുഷ്ടത്തരമല്ലേ എന്ന്. നമ്മൾ മുമ്പേ പഠിച്ചില്ലേ? ഒന്ന് നേരെ ഇരുന്നേ. ഇൻഹെയിൽ, എക്സെയിൽ. ശ്വാസം എടുത്തേ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അകത്തേക്ക് എടുക്കാനൊന്നുമില്ല, മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടുന്നില്ല. അപ്പോഴും നമ്മളുടെ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം. എത്ര നാൾ, എത്ര ദിവസം, എത്ര മാസം? അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രൈസിസിന് മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന സാലറി ഒരാൾക്കും ഇനി കൊടുക്കാൻ പാടില്ല, ക്രൈസിസ് മാറുന്നിടം വരെ. ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഇരിക്കുന്ന എംപ്ലോയീസിനെ ചിലപ്പം ചൊറിഞ്ഞു വരും, ഇപ്പം ചിലപ്പോൾ ചാറ്റി വന്ന് ചീത്ത വിളിക്കും. പക്ഷേ ഇതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്തേ പറ്റൂ? ഡ്യൂറിങ് ക്രൈസിസ് എല്ലാ ചെലവും കുറയ്ക്കണം. നമ്മളുടെ ആവശ്യമില്ലാത്ത ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ആവശ്യമില്ലാത്ത സ്പെൻഡിങ്, ഇതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ മേജർ എക്സ്പെൻസ് ആയിട്ടുള്ള, ഏറ്റവും വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള സാലറി കട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരുടെയും സാലറി ഒരുപോലെ കട്ട് ചെയ്യരുത്. നമ്മുടെ എംപ്ലോയീസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കണം. 1 എ പ്ലേയേഴ്സ്, 2 ബി പ്ലേയേഴ്സ്, 3 സി പ്ലേയേഴ്സ്. എ, ബി, സി എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത്. കാരണം നമ്മളുടെ ബിസിനസ്സിന് ഏറ്റവും ആവശ്യമുള്ളതാണ് എ പ്ലേയേഴ്സ്. ഇവരെ കൂടുതൽ വെറുപ്പിക്കരുത്. ഇവർക്കായിരിക്കണം ഏറ്റവും ആദ്യം ശമ്പളം കൊടുക്കുന്നത്. ഇവരായിരിക്കും. കാരണം ഇവര് നല്ല സ്കില്ലുള്ളവരാ, കഴിവുള്ളവരാ. ഇവരിങ്ങനെ നോക്കുകയാണ്, ഒരു ക്രൈസിസ് വന്ന സമയത്ത് ഇയാൾ എൻ്റെ ശമ്പളം തരുന്നില്ല, ഇയാൾ എനിക്ക് വേണ്ടതൊന്നും ചെയ്യുന്നില്ല, ഇവനെ പൊക്കിക്കൊണ്ട് പോകാൻ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, റിസർവ് ഫണ്ട് ഉള്ള ഇഷ്ടം പോലെ കമ്പനികൾ കാത്തിരിക്കുക ഇവനെ പൊക്കാൻ. ഇവനും നോക്കിക്കൊണ്ടിരിക്കുക. ഈ ക്രൈസിസ് സമയത്തും കൃത്യമായി ശമ്പളം കൊടുത്ത ഏതൊക്കെ കമ്പനികളുണ്ട് അവിടേക്ക് ഇവൻ റെസ്യൂം അയക്കും, ഈ ക്രൈസിസ് തീർന്നാൽ ഉടനെ, അല്ലെങ്കിൽ ഈ ക്രൈസിസിന്റെ ഇടയ്ക്ക് തന്നെ. അതുകൊണ്ട് എ പ്ലേയേഴ്സിനെയും ബിയെയും സിയും ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത്. ഇവരാണ് നമ്മളുടെ റവന്യൂ ജനറേറ്റേഴ്സ്. ഇവര് കാരണമാണ് നമ്മുടെ ബിസിനസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പേ ദം ഫസ്റ്റ്. ആദ്യം അവർക്ക് സാലറി കൊടുക്കുക. ഇവരുടെ സാലറി എന്ന് പറയുന്നത് ഇപ്പം 10,000 ദിർഹംസ് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, 1,00,000 രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു 60 to 70,000, 60 തൊട്ട് 70% വരെ ബേസ് സാലറി കൊടുക്കുക. ബാക്കി എഗൻസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ എഗൻസ്റ്റ് കളക്ഷൻ ആക്കി മാറ്റുക. ഓക്കെ, അപ്പം അവർക്കും അറിയാം ഇത് ക്രൈസിസ് ആണ്, പൈസ വരുന്നില്ല. എന്നാലും അവരുടെ ഈ 60 to 70% എന്ന് പറയുന്നത് അവന്റെ ഫാമിലി ഇവിടെ കാണും, അവന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, അവന് റെന്റ് കൊടുക്കണം, അവന് EMI കാണും. ഇതൊക്കെ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ 60 to 70% സാലറി അവന് കൊടുക്കുന്നു ബേസ് ആയിട്ട്. ബാക്കി 30% എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എഗൻസ്റ്റ് അവന്റെ പെർഫോമൻസ്. ഈ വാർ ടൈമിൽ അവൻ കൂടുതൽ റവന്യൂ കൊണ്ടുവരികയാണെങ്കിൽ, കൂടുതൽ ക്യാഷ് കളക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ അവന് ഫുൾ സാലറി. ക്ലിയർ? 2 ബിയുടെ പ്രത്യേകത, ഇവര് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആളുകളല്ല. അപ്പം ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെ നമുക്ക് 50% സാലറിയിലേക്ക് കട്ട് ചെയ്യാൻ പറ്റണം. മറ്റേ 60 to 70 ആണെങ്കിൽ ഇവര് 40 to 50% സാലറി കട്ട് ചെയ്യാം. എന്നിട്ട് ഇവരെ മൾട്ടിപ്പിൾ റോൾസിലേക്ക് ഇടണം. മൂന്നാമത്തുണ്ട് സി ടൈപ്പ് എംപ്ലോയീസ്. ഇവര് നമ്മളുടെ ബിസിനസിന്റെ അകത്ത് നോൺ എസെൻഷ്യൽ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇവരെ എക്സിറ്റ് അടിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ലോങ് ടൈം ലീവ് കൊടുക്കുക.
ഇവരോട് പറയാ ഓക്കെ ഇപ്പം നിങ്ങൾ നാട്ടിൽ പോയിക്കോ, പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, വിസയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. ഇത് സൗദി നടക്കത്തില്ല, UAE നടക്കത്തില്ല, ഇങ്ങനൊന്നും പറയല്ലേ. ഇതൊക്കെ ഡെയിലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെ ഇത് അവരോട് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്, നമ്മളും അവരും അവരുടെ കൺസെന്റ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നത്. നമ്മൾ ലീഡറാണ്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കേണ്ട സമയമാണ്. ഇറ്റ്സ് പോസിബിൾ, അവന്റെ കൺസെന്റ് മാത്രം കിട്ടിയാൽ മതി. അല്ലാതെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്നാണ് എന്ന് ഈ പറയുന്നത്. ഈ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നു എംപ്ലോയി ആണ്, അല്ലാതെ ഒരു ബിസിനസ് ഓണർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവൻ പല വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവരോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ക്രൈസിസ് മാറട്ടെ, മാറുന്ന സമയത്ത് ഇതെല്ലാം ബാക്ക് ടു ബേസിക്കും വരികയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഷെയറും തരും, ഇത്ര നാളത്തേക്ക് സ്റ്റേ വിത്ത് അസ്. അങ്ങനെ പറയുന്നത്, അല്ലാതെ വെറുതെ കട്ട് ചെയ്യുമെന്നല്ല പറയുന്നത്. ഈ ക്രൈസിസ് മാറുമ്പോ ലാഭം വരുമ്പോ അതിന്റെ ഷെയർ ഇത്ര വർഷത്തേക്ക് അല്ലെ ഇത്ര മാസത്തേക്ക് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി സി ടൈപ്പിന്റെ അടുത്ത് പറയാണ്, ഇപ്പം നമ്മുടെ ആനുവൽ ലീവ് ഉണ്ടല്ലോ, സാധാരണ അത് നമ്മൾ എടുക്കുന്നത് ഓണത്തിനായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ മാസം നമ്മൾ ആ ആനുവൽ ലീവ് തരികയാണ്, നിങ്ങൾ പോയിക്കോന്നേ, പെയ്ഡ് ലീവ്. അപ്പൊ എന്താ, ആ സാലറി മാത്രം ബേസ് മാത്രം കൊടുത്താൽ പോരെ, ബാക്കി എക്സ്പെൻസ് വരുന്നില്ലല്ലോ. ക്രൈസിസ് സമയത്ത് ഓരോ ദറംസും ഓരോ റിയാലും നമ്മളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. എംപ്ലോയീസിനെ 3 ലിസ്റ്റ് ആക്കണം, ABC. എ വിളിച്ചിരുത്തിയിട്ട് പറയണം. അന്ന് ഒരു കാര്യം ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടെ, ഈ എയെ കൂടിരുത്തിക്കൊണ്ട് ആദ്യം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, എന്നിട്ട് അവരെയും കൂടെ കൂടിരുത്തിക്കൊണ്ട് വേണം ഇവരുടെ തീരുമാനം എടുക്കാൻ. അപ്പൊ എന്തായാലും ഉണ്ടായി, ഇവര് ലീഡറായിട്ട് മാറും. ഡിസിഷൻ എടുക്കുന്ന കൂട്ടത്തിൽ ഇവരും കൂടെ വരും. അവർ നമ്മുടെ കൂടാവും, നമ്മളുടെ കൂടെ നിൽക്കും. അവരെ ഒന്നിച്ചിരുത്തി അല്ല ഡിസ്കസ് ചെയ്യേണ്ടത്, കാറ്റഗറൈസ് ചെയ്യുക, അവരോട് ഇരുന്നിക്കുക, സംസാരിക്കുക, ക്ലിയർ ചെയ്ത് വിടുക.